ഫിഷ് കറിയാണ്. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ വിളമീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് ഞാൻ പറഞ്ഞത്. നമുക്കിതിനു വേണ്ടിയുള്ള പൊടികളൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലോട്ട് ഞാൻ 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വീട്ടിലെ തയ്യാറാക്കിയ മുളക് പൊടിയാണ്, ചൂടാക്കി പൊടിച്ചത്. നിങ്ങൾ കടയിലെ മുളക് പൊടി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വീട്ടിൽ തന്നെ മുളക് ഉണക്കി പൊടിച്ചതായിരിക്കും നല്ലത്. അപ്പോൾ കടയിലെ മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന് എരിവ് കൂടുതലായിരിക്കും, കൊഴുപ്പ് കാണത്തില്ല. ഇപ്പോൾ അതനുസരിച്ച് മുളക് പൊടി കുറച്ചിടാനെന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ മീൻ കറിക്ക് ആ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുക മുളക് പൊടി. ഇതിലോട്ട് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പ് ഒഴിച്ചാൽ മതി വെള്ളം. ഇങ്ങനെ അരച്ചെടുക്കുവാണെങ്കിൽ ചാറ് നല്ല കൊഴുപ്പായിട്ടിരിക്കും. ഇത് ഈ മുളക് പൊടി എല്ലാം കൂടെ നിങ്ങളൊന്ന് കുഴച്ചും എടുക്കാം. ഇത് ഞാനിവിടെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ അരച്ചെടുത്താൽ നല്ല തിക്കായിട്ടിരിക്കും ചാറ്. ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കണം. മീൻകറിക്ക് എപ്പോഴും ചട്ടിയാണ് നല്ലത്, എങ്കിലേ ഉള്ളൂ ടേസ്റ്റ്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞതിന് ശേഷം ഒരു 1/2 കപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ എടുക്കുമ്പോൾ ഒരു കൈ എടുത്ത് അരിഞ്ഞാൽ മതി. അരിഞ്ഞതിന് ശേഷം 1/2 കപ്പ് ഉണ്ടായിരുന്നു. ഈ ചെറിയ ഉള്ളി ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് ഞാൻ മീഡിയം സൈസിലെ 7 വെളുത്തുള്ളി ചതച്ചതാണ്, അത് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു 1/2 ഇഞ്ച് സൈസ് ഇഞ്ചി ചതച്ചത് അതും ഇട്ട് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി ഒന്ന് വഴന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതി. ഇനി ഇതിലോട്ട് ഞാനൊരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം, അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഈ തക്കാളി നല്ലതായിട്ട് വഴന്ന് വരുന്നിടം വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഈ തക്കാളി ഇവിടെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം അരച്ച് വെച്ചത്. മിക്സി കഴുകി കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകി അതും കൂടെ ഒഴിച്ച് കൊടുത്തേരെ. ഇതിനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഈ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിയിട്ട് എണ്ണ തെളിയണം. അതുവരെ നിങ്ങളിങ്ങനെ വഴറ്റി കൊടുക്കണം. അതുപോലെ നിങ്ങൾ ഈ അരപ്പ് അരയ്ക്കുമ്പോൾ അരയ്ക്കുന്നതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യം ഒന്ന് അരയ്ക്കുമ്പോൾ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ പോരാങ്കിൽ ശകലം കൂടെ വെള്ളം ചേർത്ത് അരച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഈ പരുവം മതി. ഞാനൊരു ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റി കൊടുത്തോണ്ടേ ഇരുന്നു. നിങ്ങൾ വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമ്മൾ കുടംപുളി ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം, എങ്കിലേ ആ പുളിയുടെ ഒരു കവർപ്പും ഉണ്ട് ചില പുളിക്കൊക്കെ, അത് മാറത്തുള്ളൂ. ഞാൻ ഇതുപോലെ ഒരു 4 എണ്ണം എടുത്തത്. അത് മീൻകറിക്ക് ഒരു ഇച്ചിരി പുളിയൊക്കെ അറിയണം, പുളി എരിവൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പുളിയുടെ അനുസരിച്ച് എടുക്കണം. ചില പുളിക്ക് പുളിപ്പ് കുറവായിരിക്കും. ആ പുളി ഒന്ന് ചെറുതായിട്ട് കീറിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില, ഒരു 3 തണ്ട് കറിവേപ്പില. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിടണം. ആ പുളിയെല്ലാം ഒന്ന് ഇതിൽ ഇറങ്ങണം. അതിന് ശേഷം നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കുക. ഇതിവിടെ ഇപ്പം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 3 പച്ചമുളക് ഇട്ട് കൊടുക്കണം. അത് നടുവിലൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു 1/2 ഇഞ്ച് സൈസ് ഇഞ്ചി ചതച്ചത് അതിപ്പോൾ ഇട്ട് കൊടുക്കണം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ചൊന്ന് വറ്റി വരണം. ഈ പുളിയെല്ലാം ഒന്ന് ഇറങ്ങണം ഈ ചാറിൽ. ഇപ്പോൾ ഈ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് കുറേ ഒന്ന് തെളിഞ്ഞ് പുളിയൊക്കെ നല്ലതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിരിക്കണം. നമ്മൾ വെച്ചതിനെക്കാട്ടി കുറച്ച് വെള്ളവും കുറേ ഒന്ന് വറ്റണം. അതുവരെ നിങ്ങൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കണം. ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം.
ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചുറ്റിച്ച് ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്തിടണം. കഷ്ണം എല്ലായിടും ഒന്ന്. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ മീഡിയം ഫ്ലെയിമിലാക്കണം. എന്നിട്ടിത് അടച്ച് വെച്ച് വേവിക്കണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. തീ കുറച്ചിട്ട് ഇതുപോലെ സ്പൂൺ ഇട്ട് ഇളക്കരുത്, അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് ഉടഞ്ഞു പോകും. മീൻകറി ആയിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ കയ്യിലൊന്ന് ഞെരടി അതും കൂടി ഇട്ട് കൊടുക്കണം. ഞാനൊരു 10-12 മിനിറ്റ് ഈ മീനിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.